സൽവാർ സൂട്ട്സിൽ ഇന്ന് കാണിക്കുന്നത് നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സിൽ ബ്രഷ് പെയിന്റിംഗ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള കുർത്ത ബോട്ടം ദുപ്പട്ടാസ് ആണ്. ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ളത് ബട്ടർ സിൽക്ക് ആണ്. ലൈനിങ് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പിന് മാത്രമേ ലൈനിങ് ഉള്ളൂ, ബോട്ടം ലൈനിങ് ഇല്ല. ബോട്ടം വന്നിട്ടുള്ളത് പലാസോ ആണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിന്റെ ഡിസൈൻ ബ്രഷ് പെയിന്റിംഗ് ഡിസൈൻ ഇവിടെ മുതൽ വേസ്റ്റ് ലൈൻ മുതൽ താഴെ വരെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ ബ്രഷ് പെയിന്റിംഗിൽ കൊടുത്തിട്ട് അതിന്റെ മേളിൽ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ത്രെഡ്സും മിറർ സീക്വൻസും വെച്ചിട്ടുണ്ട്. സ്ലീവ് സിമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ പലാസോ ടൈപ്പ് ആണ് ബോട്ടം. ദുപ്പട്ട ബ്രഷ് പെയിന്റിംഗ് ഡിസൈൻ. താഴെ വരുമ്പോഴത്തേക്കും ഇതുപോലെ വലിയൊരു ബ്രോഡർ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് അതിലും ഇത് കണ്ടോ, ഇതുപോലെയാണ് ആ ഡിസൈനിനെ ബോർഡർ ചെയ്ത് ഇതുപോലെ ത്രെഡ് വർക്ക്സും പോകുന്നുണ്ട്. ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഈ ഡിസൈൻ ഉണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ബാക്കിലും ഇത് സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ ചെറിയ ഡിസൈൻസും പോകുന്നുണ്ട്. 1490 ആണ് റേറ്റ്. മീഡിയം മുതൽ XXL വരെയാണ് സൈസസ് അവൈലബിൾ. ടോപ്പിന്റെ ഞാൻ ക്ലോസർ വ്യൂവിൽ വർക്ക് കാണിക്കാം. ഇത് കണ്ടോ, ഇതുപോലെയാണ് വർക്കിന്റെ ഡിസൈൻ വരുന്നത്. മൊത്തം ബ്രഷ് പെയിന്റിങ് വന്നിട്ട് അതിന്റെ മേലിൽ വർക്കും ചെയ്തിട്ടുണ്ട്. മിറർ സീക്വൻസും കൊടുത്തിട്ടുണ്ട്. കളർ നല്ല സൂപ്പർ കളറാണ്, നല്ലൊരു ടീൽ ഗ്രീൻ കളറിൽ വന്നിട്ട്. ബോട്ടവും പ്ലെയിൻ ഡിസൈൻ തന്നെ. പ്ലെയിനകത്ത് പലാസോ ടൈപ്പ് ആണ് ബോട്ടം കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും ഇലാസ്റ്റിക്. 1490 സൈസസ് മീഡിയം മുതൽ XXL വരെ. റാണി പിങ്ക് ഷെയ്ഡാണ് നെക്സ്റ്റ്. 38 മുതൽ 44 വരെ സൈസസ്. റേറ്റ് 1490. ഇതിന്റെ ഡിസൈനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നേരത്തെ കാണിച്ച പോലത്തെ അല്ല, ബ്രഷ് പെയിന്റിംഗ് ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതിന് ഈ സൈഡിലും ഡിസൈൻ ഉണ്ട്, താഴോട്ടും സ്പ്രെഡ് ചെയ്ത് ഡിസൈൻസ് പോകുന്നുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ പലാസോ തന്നെ. ദുപ്പട്ട ഇതുപോലെയാണ് ഡിസൈൻ. സ്കാറ്റേർഡ് ആയിട്ട് വന്നിട്ട് താഴെ വരുമ്പോഴത്തേക്കും ബോർഡർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും സെയിം ഇതേ ബോർഡർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബ്രഷ് പെയിന്റിംഗ് വർക്കിൽ ഇതിന് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൂ നല്ല എടുത്ത് നിൽക്കണമുണ്ട്. ബ്ലൂവിലാണ് ബ്രഷ് പെയിന്റിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല കളറാണ്. ഇതിന്റെ എല്ലാ കളേഴ്സും നല്ലതാണ്. ബോട്ടം സിമ്പിൾ രണ്ട് സൈഡ് ഇലാസ്റ്റിക്. താഴെ വരുമ്പോഴത്തേക്കും പലാസോ ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ലൂസാണ്. ടോപ്പിന് ലൈനിങ് അവൈലബിൾ ആണ്, ബോട്ടത്തിന് ലൈനിങ് ഇല്ല. 1490 38 മുതൽ 44 വരെ. നെക്സ്റ്റ് കളർ ലൈലാക് കളറിലാണ് വന്നിട്ടുള്ളത്. ഡിസൈൻ താഴെ മാത്രം വർക്ക് വരുന്ന തരത്തിലുള്ള ഡിസൈൻ ആണ്. സൈഡ് സ്റ്റിച്ച് ഒക്കെ ഉണ്ട്. ലൈനിങ് ഒക്കെ ഇട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫാബ്രിക് വന്നിട്ടുള്ളത് ബട്ടർ സിൽക്ക് ആണ്. ഇന്ന് കാണിച്ച എല്ലാം സെയിം ഫാബ്രിക് തന്നെയാണ്. ദുപ്പട്ടയും ബ്രഷ് പെയിന്റിംഗ് ഡിസൈൻ ആണ്. സ്കാറ്റേർഡ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ വരുമ്പോഴത്തേക്കും ബോർഡർ ചെയ്ത ഡിസൈനും ഇതുപോലെ ഗോൾഡൻ ലൈൻസ് ബോർഡറും മിറർ സീക്വൻസ് വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. 1490 മീഡിയം മുതൽ XXL വരെ. ബോട്ടം ഞാൻ കാണിക്കാം. ബോട്ടം പ്ലെയിൻ തന്നെയാണ്, പലാസോ ടൈപ്പ്. രണ്ട് സൈഡും ഇലാസ്റ്റിക്. ഇതാണ് ബോട്ടം. നല്ല ബ്യൂട്ടിഫുൾ ഒരു യെല്ലോ കളറാണ് നെക്സ്റ്റ്. 1490 തന്നെ റേറ്റ്. 38 മുതൽ 44 വരെ. ബ്രഷ് പെയിന്റിംഗ് ഡിസൈൻ മേലെ മുതൽ താഴെ വരെ ഒരു ഡിസൈൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇതിനും ബോർഡർ ചെയ്ത് ഗോൾഡൻ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ബോട്ടം വന്നിട്ടുള്ളത് പലാസോ. രണ്ട് സൈഡ് ഇലാസ്റ്റിക്കും താഴെ കുറച്ച് ലൂസ് ടൈപ്പിലുമാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ കൊടുത്തിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. അതിന്റെ ബോർഡർ ചെയ്ത് ഗോൾഡൻ വർക്കും മിറർ സീക്വൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1490 മീഡിയം മുതൽ XXL വരെ. ഇന്ന് കാണിച്ച സെറ്റ്സിന്റെ എല്ലാം സൈസ് ചാർട്ടും ബാക്കി ഡീറ്റെയിൽസും എല്ലാം വെബ്സൈറ്റിൽ കൊടുക്കാറുണ്ട്. ഡിസ്ക്രിപ്ഷൻ നോക്കാൻ മറക്കല്ലേ. സൈസ് ചാർട്ട് പ്രത്യേകം നോക്കണേ. എല്ലാത്തിന്റെയും പിക്ചറിന്റെ എൻഡിൽ സൈസ് ചാർട്ട് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ ഫാബ്രിക്കിൽ ബ്രഷ് പെയിന്റിംഗ് ആണ്. വാഷ് കെയർ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. കൂടുതലും ഡ്രൈ വാഷ് ആണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷാംപൂ വാഷ് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ. കൂടുതൽ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു.